ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. ആദ്യം തന്നെ നമ്മൾ ക്യാരറ്റും ബീൻസൊക്കെ അരിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. നമുക്ക് പട്ട, കറാമ്പ്, ഏലക്ക, പച്ചമുളക് ഇതൊക്കെ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളിയും തക്കാളിയും അതേപോലത്തെ വെജിറ്റബിൾസൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അതൊക്കെ ഇതിലോട്ട് ചേർക്കാനുള്ളതാണ്. ഇട്ടുള്ള ഒരു കാര്യം ഓർമ്മ വന്നത്, ഞങ്ങൾക്കാണെങ്കിൽ കണ്ണെരിഞ്ഞൊരു വഴിയായി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് ബിരിയാണി മസാലയും കൂടി ഇടാം. അതിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞ് ഞങ്ങൾക്കൊരു വഴിയായി കണ്ണിൽ കൂടെ വെറുതെ വെള്ളം വരെയായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടു. അതിനുശേഷം നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് തൈര് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾക്ക് അങ്ങനെ പിന്മാറാനൊന്നും പറ്റില്ലല്ലോ കണ്ണെരിഞ്ഞിട്ട്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും തുടർന്നു. അങ്ങനെ നന്നായി ഇളക്കി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാരറ്റും അതേപോലെ തന്നെ ബീൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരി 10 മിനിറ്റ് കുതിർത്താൻ വേണ്ടി വെക്കുക കേട്ടോ. അരി കുതിർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ സോയാബീൻ കഴുകാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ സോയാബീൻ കഴുകി ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റോടെ റെസ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച്. അങ്ങനെ നമ്മൾ കുതിർത്താൻ വെച്ച് അരി അവിടെ സെറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിലോട്ട് ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. അത് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച് വാരി വെച്ച് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. അളവിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സോയാബീൻ കുതിർത്ത് വെച്ചതാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ബാക്കിയുള്ള മസാലയും കൂടി തിരുമ്പാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. 2 ടീസ്പൂണാണ് കേട്ടോ മുളക് പൊടി ഇടുന്നത്. അതിന് ശേഷം 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ അല്ല 2 ടീസ്പൂൺ കോൺഫ്ലവറാണ് നമ്മൾ ഇടുന്നത്. അങ്ങനെ അതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണാണ് കേട്ടോ നമ്മൾ ഇടുന്നത്. അതിന് ശേഷം നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് അത് ഫുള്ളൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി വെക്കാം. അപ്പോൾ നമുക്കിത് ഫുള്ളൊന്ന് മിക്സ് ആക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മസാല കുറുമയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നമ്മൾ ബിരിയാണിയിലേക്കും സോയാബീൻ ഇടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതേപോലത്തെ സാധാ സോയാബീനാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഷാലോ ഫ്രൈ ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മളൊക്കെ കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ഇടാം. അങ്ങനെ നമ്മൾ അരി വാരി വെക്കുന്നുണ്ട്. നമ്മൾ 10 മിനിറ്റാണ് കേട്ടോ വാരി വെക്കുന്നത് അരി. നമ്മൾ പറഞ്ഞിട്ട് മാറിയതാണ് കേട്ടോ. നമ്മൾ 10 മിനിറ്റാണ് അരി കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അരി വാരി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ തിളച്ച ആ മിക്സിലോട്ട് നമ്മൾ അരി ഇടുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ വേറൊരു പാൻ എടുത്ത് കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്തിരി ലൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളത്. അങ്ങനെ നമ്മൾ പാൻ എടുത്തിട്ട് അതിലിത്തിരി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് സോയാബീൻ ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടാവാൻ പാടില്ല, പക്ഷേ ഒരു ഷാലോ ഫ്രൈ പോലെ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ട് അതിന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം തന്നെ നല്ല മണം അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ
തുറന്ന് നോക്കിയിട്ട് ബിരിയാണി. ഇതാണ് ബിരിയാണിയുടെ അവസ്ഥ. അങ്ങനെ നല്ല മണമുണ്ട്, കാണാനൊക്കെ നന്നായിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല മണമുണ്ട് കേട്ടോ. യൂട്യൂബിൽ കൂടെ മണം അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇവിടെ വന്നു കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. നമുക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ മേലെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാകാൻ വെച്ചതിൽ കുറച്ച് ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസാല കുറുമയ്ക്ക് വേണ്ടിയിട്ടുള്ള സവോളയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉള്ളി വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് വഴറ്റാൻ വെക്കണം കേട്ടോ. ഞങ്ങൾക്ക് ഉള്ളി കടിക്കാൻ കിട്ടുന്നത് അത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി നേരം വഴറ്റാൻ വെച്ചുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള പോലെ വഴറ്റാൻ വയ്ക്കാം. അങ്ങനെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ 3 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് നന്നായി ഇളക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി ഒന്ന് സെറ്റാവില്ല. നമുക്ക് കുറച്ച് നേരം ഇളക്കാം. ഒരു ഷാലോ ഫ്രൈ ചെയ്ത സോയാബീൻ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത സോയാബീൻ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് നമുക്ക് നന്നായി സെറ്റാക്കാം. അതേപോലെ തന്നെ നമ്മൾ കറിവേപ്പില മല്ലിത്തളയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ നമ്മൾ ഇത്തിരി ചേർത്തിട്ടുള്ളൂ. അതൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നല്ല മണം ഉണ്ടാവും. അങ്ങനെ നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അമ്മമാരെ സമ്മതിക്കണം ഗൈസ്. ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. ഈ വെക്കേഷൻ ടൈമിലൊക്കെ അവർ നമ്മൾ പറ്റുന്ന പോലെ ഒരു ഇത്തിരി ആയിട്ട് സഹായിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ നിന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, തയ്യാറാക്കി നോക്കണേ.